പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വിശുദ്ധനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം എന്ന ലേഖനം. വളരെ പ്രാധാന്യമറിയിക്കുന്ന പുതിയ നിയമത്തിലൊരു ലേഖനമാണത്. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഒന്നല്ലെങ്കിൽ പൗലോസ് ആയിരിക്കണം അത് എഴുതിയത്, അതല്ലെങ്കിൽ അതിൻ്റെ ഭാഷയും അതിൻ്റെ ശൈലിയും നോക്കുമ്പോൾ പൗലോസ് അല്ലെങ്കിൽ പൗലോസിൻ്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യൻ പൗലോസിന് വേണ്ടി എഴുതിയതായിരിക്കാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ വായിച്ചതായിരിക്കുന്ന വേദഭാഗം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, പരിശുദ്ധ രക്തം, അതിനെക്കുറിച്ചാണ് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ മേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ടതായൊരു യാഥാർത്ഥ്യമുണ്ട്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെയും യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിൻ്റെയും വിലയെക്കുറിച്ച്. നമുക്കറിയാം, അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം ഹാബേലിൻ്റെ രക്തത്തിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. എന്താണ് ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം? ആരാണ് ഹാബേൽ? നിങ്ങൾക്കറിയാം, ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനും ഹവ്വയ്ക്കും ജനിച്ച കയീൻ്റെയും ഹാബേലിൻ്റെയും ചരിത്രം ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നാം കാണുന്ന ഒരു കഥാപാത്രമാണ് ഹാബേൽ. നമുക്കറിയാം, ഹാബേൽ ഒരു ആട്ടിടയനായിരുന്നു. കയീൻ ഒരു കൃഷിക്കാരനുമായിരുന്നു. രണ്ടുപേരും ദൈവത്തിന് യാഗം സമർപ്പിക്കാനായിട്ട് കടന്നു ചെന്നതായ ഒരു അനുഭവത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യാഗത്തെക്കാൾ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻസിഡൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കാണുന്നത് കയീൻ ഹാബേലിനെ കൊല്ലുന്നതായിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ഹാബേലും കയീനും തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള യാഗവസ്തുക്കളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു എന്നാണ് നാം കാണുന്നത്. കയീൻ ഒരു കർഷകനായതുകൊണ്ട് കൃഷിയിടത്തിലെ ചില സാധനങ്ങളുമായിട്ടാണ് വന്നത്. ഹാബേൽ വന്നത് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ജീവനുള്ള ആടിനെയുമായിട്ടാണ്. പലപ്പോഴും ഞാനിങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, കയീൻ ഒരു ജീവനുള്ള മൃഗത്തെ യാഗമായി സമർപ്പിച്ചതുകൊണ്ടാണ് ദൈവത്തിനതിൽ പ്രസാദമായതെന്ന് പ്രസംഗിച്ച ദേവദാസന്മാരെ കേട്ടിട്ടുണ്ട്. എന്നാൽ തിരുവചനമായിരിക്കുന്ന ബൈബിളിൽ ഒരു കാര്യം അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത വിധത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം കയീനിലും അവൻ്റെ ബലിയിലും പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കയീനിൽ പ്രസാദിക്കാത്ത ദൈവത്തിന്, കയീൻ്റെ ജീവിതത്തിൽ പ്രസാദിക്കാത്ത ദൈവത്തിന് കയീൻ കൊണ്ടുവരുന്ന
ആരാധനാ വസ്തുവിൽ, യാഗവസ്തുവിലും പ്രസാദിക്കാൻ കഴിയുകയില്ല എന്നൊരു സത്യം നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം എത്ര കൃത്യതയോടുകൂടെ കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്താലും നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ലെങ്കിൽ, അല്ലെങ്കിൽ പാപപങ്കിലമായ അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നതെങ്കിൽ നാം എന്ത് യാഗമായി സമർപ്പിച്ചാലും ആ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ദൈവം പ്രസാദിക്കാതിരുന്നത് അന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇന്ന് ആരാധനയ്ക്ക് പോകുമ്പോൾ, യാഗം കഴിയുമ്പോൾ പാട്ടിൻ്റെ ശബ്ദത്തിലും ഇൻസ്ട്രുമെൻസിൻ്റെ മുഖരിതമായ ശബ്ദത്തിലും കീബോർഡിലും അട്ടഹാസങ്ങളിലും ഹല്ലേലൂയ വിളികളിലും നമുക്ക് ദൈവത്തിൻ്റെ മുഖം ശരിക്കന്വേഷിക്കാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, നമ്മുടെ മുഖം യഥാർത്ഥത്തിൽ പ്രസാദിച്ചോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനറിയാമെങ്കിലും അത് നമുക്ക് അനുഭവയോഗ്യമാകാൻ സാധ്യമല്ല. ഇവിടെ കയീനിൻ്റെ മുഖം വാടിയതായിട്ട് ദൈവം കണ്ടെത്തിയതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കയീനോട് ചോദിക്കുന്നു, നിൻ്റെ മുഖം എന്തിനു വാടി എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രസാദകരമായി ഇത് ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ മുഖം വാടില്ലായിരുന്നല്ലോ എന്ന് ദൈവം കയീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോട് ചേർന്നാണ് ഉള്ളിലെ അസൂയയും ദുഷ്ടതയും നിറഞ്ഞ കയീൻ ഹാബേലിനെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഒരു കൊലപാതകം നടക്കുന്നത്. നമുക്കറിയാം, ഇവിടെയാണ് എബ്രായ ലേഖനത്തിൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നൊരു പരാമർശം നാം ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തു ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന പദപ്രയോഗം നമ്മൾ കാണുന്നത്. ഹാബേലിൻ്റെ രക്തം ഒരു പ്രതികാരത്തിനായി കരയുന്ന രക്തമാണ്. ഒരുപക്ഷെ അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല തൻ്റെ സഹോദരനായ കയീൻ അവനെ വിളിച്ചു കൊണ്ടുപോയി അവൻ്റെ അസൂയയും ദുഷ്ടതയും നിമിത്തം ചതിച്ച് കൊല്ലുമെന്ന് അവനൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല. ജോസഫിനെ സ്നേഹത്തോടെ വിളിച്ച് അവനെ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലുവാനോ ഉപേക്ഷിക്കുവാനോ ആഗ്രഹിച്ച യാക്കോബിൻ്റെ മറ്റു മക്കളെ അവൻ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ച് കാണില്ല, അവന് നിഷ്കളങ്കത കാരണം. പക്ഷേ ജോസഫ് ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ, ഒരുപക്ഷെ ആ കിണറ്റിൽ വീണപ്പോൾ രക്തം ചിന്തിയപ്പോൾ, പ്രയാസം അനുഭവിച്ചപ്പോൾ ഒരുപക്ഷെ തൻ്റെ ഉള്ളും വേദനിച്ച് കാണും, ഉള്ളിൽ കരഞ്ഞു കാണും. അപ്പനെയും അതുപോലെ തന്നെ സഹോദരനെയും സഹോദരന്മാരെയും ഒക്കെ സ്നേഹിക്കുന്നവരെയൊക്കെ കാണാതെ ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലും ചിലപ്പോൾ ഒരുപക്ഷെ നീതി നടത്തിത്തരുന്ന, തെറ്റിന് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ച് കാണണം. ഒരുപക്ഷെ മരണത്തോട് അടുക്കുന്ന സന്ദർഭത്തിൽ ഹാബേലിൻ്റെ ജീവിതത്തിലും തൻ്റെ രക്തത്തിന്, കയീൻ ചിന്തിയ തൻ്റെ രക്തത്തിന്, ആ രക്തത്തിനായിട്ട് നിയമപ്രകാരം
ഒരു തീർച്ചയായും ഒരു പ്രതികാരത്തിനായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ തൻ്റെ നീതി നിർവഹണത്തിനായിട്ട് ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ അതിൽ നിന്ന് വിപരീതമായിരിക്കുന്ന ഒരു ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്നാണ് തിരുവചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നത്? ഒന്നാമത്തെ പ്രത്യേകത, തിരുവചനമായ ബൈബിൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, താൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് തങ്ങളുടെ മക്കളെ മനുഷ്യലോകത്തെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ളത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും 1-ാം അധ്യായത്തിലും സകല മനുഷ്യരും ശിക്ഷയിലകപ്പെടാതെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, തിരുവചനമായിരിക്കുന്ന ബൈബിൾ നമ്മോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം, സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ആർ നമുക്ക് വേണ്ടി പോകും? ഇതാ ഞാൻ തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തുകളിൽ എഴുതിയതിന് പ്രകാരം പിതാവിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സ്വർഗത്തിലെ മഹനീയമായിരിക്കുന്ന പദവികൾ വിട്ടൊഴിഞ്ഞ്, ഫിലിപ്പി ലേഖനത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞാൽ, ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായ യേശുവിൻ്റെ ആ ദൃഢനിശ്ചയവും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഹാബേൽ തൻ്റെ മരണം മുൻകൂട്ടി കണ്ട ഒരു വ്യക്തിയോ അതിനായി സമർപ്പണത്തോടുകൂടി ഭൂമിയിൽ ജനിച്ചവനോ അല്ല. എന്നാൽ കർത്താവായ യേശുവിൻ്റെ ജനനം, തന്നെക്കുറിച്ചുള്ള പ്രവചനം, തൻ്റെ ജീവിതം, തൻ്റെ ജീവിതത്തിലെ ഒരുക്കങ്ങൾ, ദൈവത്തിൻ്റെ ഹിതത്തിനായുള്ള തൻ്റെ ഏൽപ്പിച്ചു കൊടുക്കൽ, തൻ്റെ മേലുള്ള അഭിഷേകം, അതെല്ലാം തൻ്റെ രക്തം ചിന്തിയുള്ള മാനവലോകത്തിനു വേണ്ടിയുള്ള യാഗത്തിനു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം, ചിന്തപ്പെട്ട രക്തം നമ്മോട് സംസാരിക്കുന്നത്, അത് നമുക്ക് വേണ്ടി, മനുഷ്യനു വേണ്ടി, ശാപത്തിലകപ്പെട്ട, വേദനയിൽ തകർക്കപ്പെട്ട, പാപത്തിൻ്റെ ബന്ധനങ്ങളിലകപ്പെട്ട, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, പിശാചിനും അവൻ്റെ കൂട്ടർക്ക് അവകാശമായിരിക്കുന്ന നിത്യനരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ഗുണകരമായി സംസാരിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ചിന്തപ്പെട്ട രക്തം. അതാണ് എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്ന ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. ഞാൻ ഒന്നാമത് പറഞ്ഞത്, യേശുക്രിസ്തുവിന് ഈ ഭൂമിയിലേക്കുള്ള ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം, ഇതെല്ലാം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ യാഗമായിരുന്നു. അടുത്തൊരു പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ രക്തം ഒരിക്കലും
പ്രതികാരത്തിനായി ദാഹിക്കുന്നതല്ല. ഇത് പറയാൻ കാരണം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ 7 വാക്യങ്ങൾ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു എനിക്ക് തോന്നുന്നത് ആ ക്രൂശീകരണം എക്സിക്യൂട്ട് ചെയ്ത ആ ശതാധിപൻ ആ റോമൻ പടയാളി അല്ലെങ്കിൽ റോമൻ അധികാരി അത്ഭുതപ്പെട്ടു പോയത് താൻ ക്രൂശിൽ കിടക്കുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന ആ അഭൂതപൂർവമായ, ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഒട്ടും പ്രതികാരവാഞ്ചയില്ലാത്ത, തികഞ്ഞ സ്നേഹമുള്ള, വളരെ മെച്യൂരിറ്റിയുള്ള തൻ്റെ പ്രാർത്ഥന കണ്ടിട്ടായിരിക്കണം യേശുക്രിസ്തുവിൻ്റെ മരണശേഷം ആ വ്യക്തി പറഞ്ഞത്, ഈ മരിച്ചുപോയ വ്യക്തി സാക്ഷാൽ ദൈവപുത്രനാണ്, സത്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ കിടക്കുമ്പോൾ താൻ നടത്തിയ പ്രാർത്ഥന നിമിത്തം മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ആ ഫൊർഗിവ്നെസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൻ്റെ ജീവിതത്തിലുടനീളം താനൊരു മാറ്റമില്ലാത്ത വ്യക്തിയായിരുന്നു. താൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവിൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ബ്ലെസ് ചെയ്യുവിൻ എന്നൊക്കെ കർത്താവ് പറയുവാനായിട്ടിടയിൽ. ശത്രുക്കളെ സ്നേഹിക്കാൻ യേശു കർത്താവ് പറയാനിടയിൽ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരിക്കൽ കർത്താവായ യേശുവിന് ശിഷ്യനായിരിക്കുന്ന പത്രോസ് പല കാര്യത്തിലും ഒരു ശിഷ്യന്മാരുടെ ഇടയിൽ, അപ്പസ്തോലന്മാരുടെ ഇടയിൽ ഒന്നാം സ്ഥാനത്തിന് അർഹനായൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പല റൈറ്റ് സ്റ്റെപ്സും ചിലപ്പോൾ ഒരുപക്ഷെ മുൻകരുതൽ കൂടി ആയിരിക്കില്ല ഏറ്റെടുത്തൊരു വ്യക്തിയാണ് പത്രോസ്. നമുക്കറിയാം, കടലിൻ്റെ മീതെ നടക്കാൻ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അനുവാദം ചോദിച്ച വ്യക്തിയാണ് പത്രോസ്. ഈ പത്രോസ് ഒരിക്കൽ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും തെറ്റായി ചെയ്താൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണ്. അന്നത്തെ യഹൂദന്മാരോട് ചോദിച്ചാൽ അവർ പറയും, നാട്ടുനടപ്പനുസരിച്ച് 3 വട്ടം ക്ഷമിച്ചാൽ അവർക്ക് ഓക്കെയാന്ന് പറയാം. എന്നാൽ ഇവിടെ പത്രോസ് ചോദിക്കുന്നത് 7 വട്ടം മതിയോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കുറച്ചുകൂടി ആത്മീയ തലത്തിൽ മുന്നോട്ട് വരാൻ തക്കവണ്ണമാണ് പത്രോസ് ചോദിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ മറുപടി അക്ഷരാർത്ഥത്തിൽ വിശ്വാസഗോളത്തെ ഞെട്ടിക്കുന്നതാണ്, ചലഞ്ച് ചെയ്യുന്നതാണ്. 70 വട്ടം എന്ന് പറയുന്നത് 490 എന്ന സംഖ്യയിലേക്കല്ല, മരണം വരെ നാം ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഭാഷ്യം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എത്ര കടുംചുവപ്പായ പാപമാണെങ്കിലും യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്നവരെ പൂർണ്ണമായി ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിന് മനസ്സുണ്ട് എന്ന തൻ്റെ ആഹ്വാനം പത്രോസിനുള്ള മറുപടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം എന്തെന്ന് ചോദിച്ചാൽ, അത് സ്നേഹിക്കുന്ന രക്തം മാത്രമല്ല, അത് ക്ഷമിക്കുന്ന രക്തം കൂടിയാണ്. അതൊരിക്കലും പ്രതികാരത്തിനായി നിൽക്കുന്ന രക്തമല്ല, അത് ഏതൊരു മനുഷ്യനെയും ദൈവത്തിൻ്റെ പൈതലാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന
ആ രക്തമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഇന്ന് മറ്റുള്ളവർ വഞ്ചിച്ചു എന്ന പേരിൽ, പറ്റിച്ചു എന്ന പേരിൽ, കട്ടെടുത്തു എന്ന പേരിൽ, തട്ടിച്ചെടുത്തു എന്ന പേരിൽ, അല്ലെങ്കിൽ മാനിച്ചില്ല എന്ന പേരിൽ, കൂടെ കൂട്ടിയില്ല എന്നുള്ള പേരിൽ നമ്മുടെ മനസ്സിൽ ഒത്തിരി മുറിവുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു പ്രതികാര വാഞ്ചയും മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുവാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല മനുഷ്യരോടുള്ള ബന്ധത്തിലും വിച്ഛേദിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അൺഫോർഗിവിങ് സ്പിരിറ്റാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഗുണകരമായി സംസാരിക്കുന്ന അനുഭവം എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായി ക്ഷമിക്കുന്ന, ക്ഷമയ്ക്കായി ആഹ്വാനം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹാബേൽ ഒരുപക്ഷെ കയീൻ്റെ വളരെ സ്നേഹമുള്ളൊരു അനുജനായിരിക്കാം, ഒരു സഹോദരനായിരിക്കാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷിയോ അത് ചാവാറായാൽ സ്വാഭാവികമായി നമുക്ക് ദുഃഖമുണ്ടാകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. നാം അതിനെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പട്ടിക്കുട്ടിയെക്കുറിച്ച് ഓർത്ത് കരയുന്ന അതിൻ്റെ യജമാനനെയും യജമാനത്തെയും ഞാൻ കേൾക്കാനായിട്ടിടയായി. അത്രമാത്രം അവരുടെ കുടുംബജീവിതവുമായി ഇടപെട്ട് ഉള്ളൊരു മൃഗത്തെക്കുറിച്ച് അവരോർത്ത് ഇത്രമാത്രം അവർ ദുഃഖിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അവർക്ക് ആ മൃഗത്തോടുള്ള അതിരുകവിഞ്ഞ സ്നേഹം നിമിത്തമാണ്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ജീവൻ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ അതുപോലെ സ്നേഹിച്ച ഒരു മൃഗത്തെ നാം സ്നേഹിക്കുമ്പോൾ, മൃഗം മരിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം തോന്നുന്നതെങ്കിൽ സ്നേഹം എന്താണെന്ന് അറിയുന്നത് ദൈവം നമ്മെ സ്നേഹിച്ച നിമിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ആഴ നിമിത്തം ബൈബിൾ പറയുന്നു, ദുഷ്ടരായിരിക്കെ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം, ആ ആഴത്തിൽ സ്നേഹിച്ച ദൈവം യേശു കർത്താവ് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തി, തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി നമുക്ക് വേണ്ടി യാഗമായി, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറ് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തിയത്, ആ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, നമ്മുടെ രോഗങ്ങളുടെ ശാന്തിക്കായിട്ട് ആ കർത്താവായ യേശുവിൻ്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു. ഇതുപോലെ ഗുണകരമായി സംസാരിക്കുന്ന മറ്റൊരു രക്തവുമില്ല. മാത്രമല്ല അത് പാപമില്ലാത്ത, പാപഭംഗിലമല്ലാത്ത രക്തമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രതികാരം ചോദിക്കാത്ത, ക്ഷമിക്കുന്ന, പൂർണ്ണമായി സ്നേഹിക്കുന്ന, സ്നേഹത്തിനായി നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ യാഗമായി വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമാണ്. അവൻ, കർത്താവായ യേശു നമ്മെ സ്നേഹിക്കുന്നു. എന്നെ മാത്രമല്ല, നിങ്ങളെ മാത്രമല്ല, ഈ ശബ്ദപരിധിക്കുള്ളിൽ ദുഃഖത്തിൽ, നിരാശയിൽ, പ്രയാസത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് സ്നേഹിക്കുന്നു. ഇന്ന് ആരെങ്കിലും നമ്മെ സ്നേഹിക്കാതെ, നമ്മെ വെറുത്തുപേക്ഷിച്ച്, നമ്മെ വഞ്ചിച്ച്,
നമ്മെ അപഹസിച്ച് നമ്മെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കർത്തൃമേശയുടെ മുമ്പിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവിൻ്റെ ചിന്തപ്പെട്ട പാപമില്ലാത്ത പരിശുദ്ധമായ പുണ്യാകരക്തവും കർത്താവിന് തകർക്കപ്പെട്ട ശരീരവും കാണിക്കുന്നത് അത് ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തവും അതുപോലെ പുതിയ നിയമത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവുമാണ്. അതുകൊണ്ട് അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് വരെയും ആ സ്നേഹത്തെ പ്രഘോഷിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.